ആദ്യ കാവ്യത്തിലെ പൂർവോത്തര ഭാഗങ്ങൾ അത്രയും ആധുനിക ജീവിതത്തിന്റെ പോലും മുന്നിൽ സത്യമായി നിൽക്കുമ്പോൾ കാലദേശങ്ങളെ കൂട്ടിയിണക്കി ഋഷി രചിച്ച ഈ മനോഹര കാവ്യം ഓരോ അമ്മയോടും ഓരോ മകളോടും ഓരോ ഭാര്യയോടും ഓരോ സ്ത്രീയോടും കൗസല്യയാവരുതെന്ന്, കൈകേയിയാവരുതെന്ന്, മന്ധരയാവരുതെന്ന് പേർത്തും പേർത്തും ഉരുവിടുന്ന ഈ കാവ്യം കാവ്യകേളിയിലെ അസുലഭ നിദർശനങ്ങളിലൊന്നാണ്. രാമായണ കാവ്യത്തിന്റെ ഉത്തരഭാഗം അനുവാചക ഹൃദയങ്ങളെ മഥിക്കുന്ന ഉത്തരഭാഗം മന്ധരയിലും കൈകേയിയിലും കൗസല്യയിലും തുടങ്ങിവെച്ച ഗൂഢചാരിതയെ ശൂർപ്പണഖയിലേക്ക് വളർത്തിയെടുക്കുന്ന കവി പാതിവ്രത്യത്തിന്, വിനയത്തിന്, സൗശീല്യത്തിന്, ത്യാഗത്തിന് ഒരു സതീരത്നം ഇറങ്ങി പുറപ്പെട്ടാൽ അതേ ത്രൈണ സമൂഹത്തിൽ നിന്ന് അവൾ ഏറ്റുവാങ്ങുന്ന പീഡനങ്ങൾ ആ സ്ത്രൈണഭാവങ്ങളിൽ നിന്ന് പൗരുഷത്തിലേക്ക് വരെ മുഖം വെച്ച് വളർന്ന് അവളെ പീഡിപ്പിക്കുന്ന ലോകങ്ങൾ അന്ന് ഋഷി ജയിച്ചതാണ്. ജനകന്റെ രാജധാനിയിൽ 4 സ്ത്രീകളാണ് വളർന്നത്, വൈദേഹികൾ. ഓരോരുത്തരും അക്ഷരാർത്ഥത്തിൽ വൈദേഹികൾ. ഒരുവൾ ഭർതൃപരദേവതയുടെ ഉച്ഛിഷ്ടം പൂജിച്ച് പാദപൂജാവൃതം മുടക്കാതെ ശിലാതളിമത്തിലുറങ്ങി കിട്ടുന്നതെന്തെങ്കിലും ഭർത്താവ് കഴിച്ചിട്ട് ബാക്കി വരുന്നത് കഴിച്ച് പോകുന്നതാണ് സുഖമെന്നോർത്ത് ഭർത്താവിനോടൊപ്പം കല്ലും മുള്ളും നിറഞ്ഞ കാന്താരത്തിലൂടെ യാത്ര ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ രാമന്റെ സഹോദരൻ ലക്ഷ്മണൻ മറ്റൊരു വൈദേഹിയെ പോയി കണ്ടു, ഊർമിളയെ. വനവാസമാണ്. ജ്യേഷ്ഠത്തിയമ്മയും ജ്യേഷ്ഠനും പോവുകയാണ്. നിശ്ചയമായും അങ്ങ് പോകണം. ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഉറങ്ങരുത്. സ്വപ്നത്തിൽ പോലും എന്നെ സ്മരിക്കരുത്. അങ്ങയുടെ ബ്രഹ്മചര്യമാണ് സീതാരാമന്മാരുടെ രക്ഷയുടെ കവചം. എന്നെ ഒന്ന് സ്മരിച്ചാൽ, അത് നഷ്ടപ്പെട്ടാൽ ജ്യേഷ്ഠന്റെയും ജ്യേഷ്ഠത്തിയുടെയും കാര്യം എന്നു പറയുന്നൊരു സതീരം. അതും വൈദേഹി. അയോധ്യയുടെ കളങ്കത്തിനുമേൽ അയോധ്യയിലെ പ്രായവും പക്വതയും ചെന്ന സ്ത്രീകൾക്കുമേൽ
യൗവനയുക്തതയിൽ കാമത്യാഗം കൊണ്ട് പുഷ്കലകളായിത്തീർന്ന ജനകനന്ദിനിമാർ. രാമായണം എത്ര ഒരു വായിക്കുമ്പോഴും നിങ്ങൾ മറന്നുപോകുന്ന വിദേഹന്റെ അകപ്പൊരുളുകളിൽ നിന്ന് ജ്ഞാനവും ജ്ഞാനപൂർവകമായ ത്യാഗവും സമ്പാദിച്ചിരിക്കുന്ന സ്ഥലത്തെ മുഴുവൻ വിദേഹമാക്കി മാറ്റാൻ കഴിയുന്ന ജനകനന്ദിനിമാർ. ഇവരൊരു ഭാഗത്ത്. അവരെ നമുക്കവിടെ നിർത്താം. പഠിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം. പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതും അവരെ മാത്രം. പഠിക്കരുതാത്തതോ ബാക്കി മുഴുവൻ. അയോധ്യയിലെ സ്ത്രീകളിൽ നിന്ന് ജാനകി ഏറ്റുവാങ്ങിയ പീഡ മുഴുവൻ ത്യാഗോജ്വലങ്ങളായ പുഷ്പങ്ങളായി ജാനകീ ചരിതത്തിൽ ഉജ്ജ്വലമായി വിലസുമ്പോൾ അങ്ങ് ഘോര കാന്താരത്തിൽ ജാനകിയും രാമനും ലക്ഷ്മണനും നിലകൊള്ളുമ്പോൾ കാമകാന്താരത്തിൽ പതിച്ച ശൂർപ്പണഖയുടെ ആഗമനം രണ്ട് കാന്താരമാണ്. ദണ്ഡകവനവും കാമവനവും തപസ്വികളുടെ ഇരിപ്പിടമായ ജാനകിയും രാമനും ലക്ഷ്മണനും ഇന്ന് നിലകൊള്ളുന്ന ആ വനം മറ്റൊരു വനമായി മാറുന്നു, കാമവനമായി. ഈ 14 ലോകങ്ങളിലും സഞ്ചരിച്ച് കാമതത്തയായി കണ്ട ഒരു പുരുഷനിലും തൃപ്തി വരാതെ ആ ഘോര കാന്താരത്തിലെത്തി രാമസ്വരൂപത്തിലെ കൊന്നു നോക്കിയ മാത്രയിൽ ആ രാമനിൽ അനുരക്തയായി എത്തുന്ന ശൂർപ്പണഖ. രാമൻ മഹാപരാധത്തിന് മുതിരുമ്പോൾ കാമതപ്തയായൊരു സ്ത്രീയെ അനുനയരൂപത്തിൽ ഒഴിവാക്കേണ്ടതിനു പകരം ആ കാമ അഗ്നിയിലേക്ക് ജലം കുടഞ്ഞു വർദ്ധിപ്പിക്കുന്നത് പോലെ ഞാൻ ഭാര്യയുള്ളവനാണെന്നും എന്റെ കൂടെ ലക്ഷ്മണനുണ്ടെന്നും പറഞ്ഞു വിടുമ്പോൾ ഞാൻ ഭാര്യയോട് കൂടിയവനാണെന്നും എന്റെ സഹോദരൻ ബ്രഹ്മചാരിയാണെന്നും അമ്മയെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് മറ്റു വഴികൾ തേടണമെന്നും സ്ത്രീയിലെ മാതൃത്വത്തെ ഉണർത്തേണ്ടതിനു പകരം സ്ത്രൈണകാന്താരത്തിൽ ഉജ്ജ്വലമായി നിൽക്കുന്ന
കാമതത്വഭാവങ്ങളെ മുഴുവൻ ഉണർത്തുന്ന പറഞ്ഞുവിടെ. നീ എന്റെ ജ്യേഷ്ഠനെ ആദ്യം വരിച്ചതുകൊണ്ട് നീ എനിക്ക് ജ്യേഷ്ഠത്തിയാണ്, എന്നെ വരിക്കാനാവില്ല എന്ന് സഹോദരനായ ലക്ഷ്മണൻ പറയുമ്പോൾ ന പശ്യതി ച ജന്മാന്തഃ കാമാന്തോ നൈവ പശ്യതി മദുന്മത്താ ന പശ്യന്തി അഭീദോഷം ന പശ്യതി എന്ന പ്രാചീന ശാസ്ത്രങ്ങൾ രാമൻ അറിയാഞ്ഞിട്ടാണോ? ലക്ഷ്മണൻ ഗുരുകുലത്തിൽ നിന്ന് ഉൾക്കൊള്ളാഞ്ഞിട്ടാണോ? വിധിവൈപരീത്യത്തിന്റെ കൊടുമുടിയിലേക്ക് സാക്ഷാൽ ജഗന്നിയന്താവിനെ പോലും മാനവരൂപത്തിലെത്തിയ വലിച്ചെറിയുന്ന വിധിയുടെ നിസ്സഹായതയ്ക്ക് മുമ്പിൽ അനുവാചകനെ നിർത്തിപ്പൊരിക്കുന്ന ഋഷികാവ്യത്തിന്റെ മനോഹാരിത. ഇന്ന് നിങ്ങളാണെങ്കിൽ ആദ്യമൊക്കെ വേണ്ടാമൊരു കിളിയോടെയൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ കുച്ചിയിൽ വീണ് കിടക്കുന്നതാണ് പത്രത്തിലെ വാർത്തകൾ. ഇതിനൊന്നും അല്ല ഞാൻ വന്നത്, ഒരു വേലക്കാരനെ കിട്ടാൻ നോക്കിയാൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ആരോ പറിച്ചുകൊണ്ടുപോയ തുണിയുമൊക്കെ ആയിട്ടുള്ള നിപ്പാണ് പിന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് രാമായണ കാവ്യം ഗംഗയും ഹിമവാനും ഒക്കെ കടന്ന് വളരുകയാണ്. അതൊക്കെ പിന്നെ നിങ്ങൾ വായിച്ചറിയുക. സാക്ഷാൽ ജഗതീശ്വരൻ, ജഗന്നിയന്താവ് രാമൻ, ആ രാമൻ പോലും മായാവൃതനാകുന്ന ഒരു നിമിഷം സ്ത്രീയിലെ മാതൃത്വമൊഴിച്ച് ഏതു ഭാവവും അസഹിഷ്ണുതയുടെയും അനിയന്ത്രിതമായ കാമങ്ങളുടെയും ഈറ്റില്ലമാണെന്ന് പഠിപ്പിച്ച കവി. സ്ത്രീ അവളുടെ പൂർണ്ണതയിൽ, അവളുടെ മനോഹാരിതയിൽ, അവളുടെ വിശ്വവശ്യതയിൽ പൂർണ്ണയാകുന്നത് മാതൃത്വത്തിലാണെന്ന് പുരുഷന് പൂർണ്ണതയും ആനന്ദവും സൗഭാഗ്യവും ബന്ധമോക്ഷവും വേണമെങ്കിൽ സ്ത്രീയിൽ മാതൃത്വത്തെ ദർശിക്കാവുന്ന ജ്ഞാനം കിട്ടുന്ന അന്ന് മാത്രമേ ലഭിക്കൂ എന്ന് പറയുന്ന ഋഷികവി. അതിനെ സംസ്കൃതിയുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിൽ വെച്ച് പൂജിച്ച ഭാരതീയ സംസ്കൃതി. ഇതൊക്കെ അതിന്റെ ചാരുതയോടെ ഉൾക്കൊള്ളണമെങ്കിൽ, ഇതൊക്കെ അതിന്റെ മനോഹാരിതയോടെ അറിയണമെങ്കിൽ വാൽമീകിയുടെ ചിത്രശാലയിൽ സുലഭമാണ്.